ശ്രീ റോജി എം ജോൺ. ഒരു തദ്ദേശ സ്ഥാപനത്തിലൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ സംരംഭം പദ്ധതി വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ സാർ, ഇവിടെ നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് പൊതു ഇടങ്ങളിൽ നിരത്തുകളുടെ ഓരങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, മത, സാമുദായിക, സാംസ്കാരിക, ബഹുജന സംഘടനകളുടെ എല്ലാം ബോർഡുകൾ താൽക്കാലികമായി സ്ഥാപിക്കുന്നത് അത് തടസ്സമായിരിക്കുകയാണ്. സാർ, അതുപോലെ ഇതിലിവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇതുമൂലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളും അവിടുത്തെ തൊഴിലാളികളും ഒക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അവരുടെ ഉപജീവന മാർഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി കൂടിയാണല്ലോ അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടുകയും താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസ് ഈടാക്കിയോ എങ്കിലും എന്തെങ്കിലും ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ അങ്ങ് തയ്യാറാകുമോ? അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമോ? മിനിസ്റ്റർ. സാർ, ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിൽ ഇന്ന് കോളിംഗ് അറ്റൻഷൻ വരുന്നതുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി അവിടെ പറയാം. സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നമുക്ക് അനുവദിക്കാനാവില്ല. ഇപ്പം നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, എന്നാൽ അല്ലാത്തവ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രചരണവും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള മറുപടി ഇന്ന് ശബ്ദ ക്ഷണിക്കലിന് നൽകുന്നതാണ്. അങ്ങ് ഉയർത്തിയിട്ടുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണ്.